മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വേണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ശബരിമലയിലെ ചട്ടപ്രകാരം, ദേവസ്വം ബോർഡിന്റെ ചട്ടപ്രകാരം ആ സന്നിധാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സാധനവും അതിൻ്റെ പ്രിമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എപ്പോഴൊക്കെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള അവിടുത്തെ ആ സന്നിധാനത്ത് നിന്ന് പുറത്തു പോകാതെ അവർ ആ പ്രവർത്തനം നടത്തി അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചട്ടം. പുറത്ത് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ. പിന്നെ ഈ 2 ദിവസം കൂടി പോകുന്ന പ്രവർത്തനമാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ്. രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്കും കാലിബ്രേറ്റ് ചെയ്ത വെയിങ് മെഷീൻ വെച്ചുകൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ട് മില്ലിഗ്രാം ഉൾപ്പെടെയുള്ള കണക്കെടുത്ത് അത് മഹസർ എഴുതിയതിന് ശേഷം മാത്രമേ അവിടെ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചട്ടം നിലനിൽക്കുമ്പോൾ ഈ പാളികൾ എങ്ങനെയാണ് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്? അത് പുറത്തു പോയത് തന്നെയാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം ഈ പറയുന്ന പോറ്റി, ഇദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതിനകത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം ദേവസ്വം ബോർഡിന് അവിടുത്തെ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയി പാളിയും അതുപോലെ തന്നെ ഈ പറയുന്ന പീഠം ഉൾപ്പെടെ പുറത്തു കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അയ്യപ്പൻ്റെ വിഗ്രഹവും ഉൾപ്പെടെ അയ്യപ്പൻ്റെ സന്നിധാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? ദേവസ്വം ബോർഡ് ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടതല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടല്ലോ. ദേവസ്വം ബോർഡ് അവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നില്ല. ഇത് പുറത്തു കൊണ്ടുപോകുന്നു, തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നു, അവിടെ ഇത് ചെയ്യുന്നു. കാരണം നോക്കൂ, അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ, ഇത് കൊണ്ടുപോകുന്നതിൻ്റെ മിനിറ്റ്സ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പ് എന്നാണ്, സ്വർണം എന്നല്ല, ചെമ്പ് എന്നാണ്. അപ്പോൾ ഇത് ആസൂത്രിതമായിട്ട് നടന്ന തട്ടിപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ മാത്രം ചെയ്തിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇത് പുറത്തു കൊണ്ടുപോകുന്നുള്ള മിനിറ്റിൽ അത് ചെമ്പ് എന്ന് എഴുതി വെച്ചത് മുതൽ ഗൂഢാലോചനയുടെ തുടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ ഇതിനകത്ത് ഒരു ക്രിമിനൽ കേസ്, ഒരു FIR ഇട്ട് ഇതിനകത്ത് അന്വേഷണം നടക്കാത്തത്? ജുഡീഷ്യൽ അന്വേഷണം മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നിൽക്കട്ടെ, അത് നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള ഇദ്ദേഹത്തിനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് FIR ഇട്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അറസ്റ്റ് നടത്തി അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നില്ല? അതുകൊണ്ട് ആദ്യത്തെ പ്രതി, 1ാം പ്രതി ഇതിനകത്ത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അത് ആരൊക്കെയാണ്? ഇത് പുറത്തു വന്നപ്പോഴത്തേക്ക് ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റുമാർ ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ശ്രമം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാറുകയാണ്.